കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമോ? എന്താ ഈ കോഴ്സിലേക്ക് വരാനുള്ള കാരണം? എന്താ മറ്റേ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് എന്താ 13 വർഷമായി എന്തെങ്കിലും ഒരു പഠിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിച്ചത്. ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ PSC ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ, സയൻസ് തന്നെ. അത് കുറേ അന്വേഷിച്ചു ഞാൻ. പിന്നെ GNM-നൊക്കെ 3 വർഷമാണ്. കുറേ ഗ്യാപ്പ് പിന്നെ പോകും. അപ്പോൾ ആയുർവേദത്തിലേക്ക് നല്ല വിചാരിച്ചു. നമ്മളൊരു വർഷത്തെ കോഴ്സായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നോർമലി എങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൺഡേസ് ക്ലാസ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ക്ലാസ്സിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രാക്ടിക്കൽ ഉണ്ടാവും. ഡെയിലിയുള്ള വരുന്ന ആൾക്കാർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും. സൺഡേസ് എല്ലാ സൺഡേസിലും അതിൻ്റെ തിയറി ഉണ്ടാവും. രണ്ടും അറ്റൻഡ് ചെയ്യണം നിർബന്ധമായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റൽ 41 വർഷമായിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾ മോശമാണെന്നുള്ള രീതിയിൽ ഇറങ്ങാൻ പറ്റില്ല. എല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇതാക്കണം. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ നിർബന്ധമാണ്. കൃത്യമായിട്ടുള്ള പഠന രീതിയായിരിക്കണം. പരീക്ഷകളുണ്ടാവും. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് തിയറിയും ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പേഷ്യൻസ് ഒക്കെ ചോദിക്കും ഞങ്ങളുടെ അടുത്ത് എന്താണ് ട്രീറ്റ്മെൻറ്റ്, ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ പറ്റും. അപ്പോൾ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തിയറി വശങ്ങളും അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് എന്തെങ്കിലും തിയറി പാസ്സായാൽ അതാവുള്ളൂ. പ്രാക്ടിക്കലും തിയറിയും രണ്ടും കൂടി പാസ്സാവണം എന്തായാലും. അതിലുള്ള വിഷയങ്ങൾ ഒക്കെ അറിയാം. എന്തെങ്കിലും പഠിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ധാരണ ഉണ്ടാകും. അതിൽ ആയുർവേദത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മോഡേൺ കുറച്ച് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അനാറ്റമി, ഫിസിയോളജി, ശരീരത്തിൻ്റെ ഘടന ഇതൊക്കെ പഠിക്കണം. കാര്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഒഴിയുക അല്ലെങ്കിൽ വീഡിയോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിക്ക് ചികിത്സ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതും പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആണെങ്കിൽ വന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. എൻ്റെ ഇടയിൽ വെച്ച് 6 മാസം കഴിഞ്ഞു പോയി, 6 മാസം പഠിച്ചു സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമില്ല. കൃത്യമായിട്ട് 1 വർഷത്തെ കോഴ്സാണ്. ആ 1 വർഷം അതായത് പരീക്ഷ എഴുതി, അത് പരീക്ഷ നമ്മൾ മാത്രമല്ല നടത്തുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനമുണ്ട്, അത് ഗവൺമെൻറ് വാലിഡാണ്, ഗവൺമെൻറ് വാലിഡായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതിൽ കൂടെ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഇതായിരിക്കും വരിക. വെറുതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അതായത് നമ്മൾ വിചാരിച്ചാൽ മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കാലങ്ങളിൽ ജോലിക്ക് അത്യാവശ്യം സാധ്യതയുള്ള ഒരു ഇതാണ്. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ മാത്രമേ ആൾക്കാരെ നിർത്തുള്ളൂ. അത് വേറെ കാര്യം. ആൾക്കാർ ആദ്യം എടുത്താലും ഇപ്പോൾ നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ജോലിക്ക് നിർത്തില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അവിടെ പോയി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചില്ല എന്നുള്ളത്. വേറൊരു ജോലി പോലെയല്ല, സാധനങ്ങൾ എടുത്തെടുക്കുന്ന ജോലി പോലെയല്ലല്ലോ. മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവണം. സ്വയം പഠിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയിട്ട് വേണം വരാനായിട്ട്. ആൾക്കാർ ഇനിയും ജോയിൻ ചെയ്യും. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ വന്നോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആയി വരുന്നതാണ്. നമ്മളൊരു 10ഓളം പേര് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയാണ് ഒരു ബേസിക്കായിട്ട് പറയാനുള്ളത്. യൂഷ്വലി ഞാനും വൈഫും, ഞാൻ 2 ഡോക്ടേഴ്സാണ് നമുക്ക് ക്ലാസ് എടുക്കുക. പ്രാക്ടിക്കൽസ് തെറാപ്പിസ്റ്റുകൾ എടുക്കാനുണ്ടാവും. അവർ പറഞ്ഞിട്ട് പ്രാക്ടിക്കൽസ് കാണിച്ചു തരാം. പിന്നെ തിയറി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വേറെ ഡോക്ടർ ചിലപ്പോൾ ഉണ്ടാവും. തിയറി കാര്യങ്ങളൊക്കെ എടുക്കുക. എല്ലാ ഇതിലും ഓരോ മാസത്തിലും ചെറിയൊരു അസസ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യുമ്പോഴല്ലേ എന്നുള്ള നമുക്ക് അറിയാൻ വേണ്ടി ഓരോ മാസത്തിലും കൃത്യമായിട്ട് അസസ്മെൻ്റ് ഉണ്ടാവും. മുൻകൂട്ടി അറിയിക്കും ഡേറ്റുകളൊക്കെ. ആ ഡേറ്റിൽ കറക്റ്റായിട്ട് വരണം, അത് അറ്റൻഡ് ചെയ്യണം, അത് പാസ്സായി പോകണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു ഇത് ആവുള്ളൂ. ആശുപത്രിനെ കുറിച്ച് പറയാൻ ഇവിടെ പരമാവധി ആൾക്കാർക്ക് ഇവിടെയും അല്ലെങ്കിൽ കുറച്ച് പേര് വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയുക, സാലറി എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ട്രെയിനിങ് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പേഷ്യൻസിനെ ഒരു പേഷ്യൻ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു സ്ഥലത്ത് ധൈര്യമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അല്ലാതെ വഴങ്ങി കിട്ടാൻ കുറച്ച് സമയത്തേക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണാൻ പോലെ വീടുകളൊന്നും അല്ല. അതാ തല തൊട്ടിട്ട് കാലിൻ്റെ അറ്റം വരെ കയ്യെത്തണം. അത് എത്തി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ലെവലായി വരുന്നത്. സമയം കിട്ടും. ഇവിടെ ട്രെയിനിങ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് ക്ലിയർ ആയിട്ട് ഹോസ്പിറ്റലിലെ പേരുകൾ വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ 40 വർഷമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പേരുകൾ അറിയുന്ന അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ചിലപ്പോൾ മരുന്നിൻ്റെ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ ഫാർമസി ഇതുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് 1 വർഷം കൊണ്ട് ഏകദേശം ഒരു ഉദാഹരണം. അതൊരു റൊട്ടേഷൻ ബേസിൽ എല്ലാ കാര്യങ്ങളിലും ഏകദേശം ഒരു കാരണം ഉണ്ടാക്കിയിട്ടാണ് ഉള്ളത്. അത്യാവശ്യം ഒരു ഇതായി വരുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവില്ല. അതായത് കോസ്മെറ്റോളജി, പ്രഗ്നൻസി, ഡെലിവറിയുടെ ഇത്, അതുപോലെ തന്നെ
യോഗയുടെ കാര്യങ്ങൾ. അപ്പോൾ യോഗയ്ക്ക് എടുക്കും, മെഡിറ്റേഷൻ, അങ്ങനെ ഡോക്ടറുടെ ക്ലാസ്, കിച്ചൺ ക്ലാസ്, അത് നമുക്കുള്ളതല്ല, അതൊക്കെ പേഷ്യൻസിനുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ബ്രേക്കിൻ്റെ അനുസരിച്ച് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഞങ്ങൾക്ക് അത്ര ഇതിപ്പോൾ ഞങ്ങളൊക്കെ എവിടെ നിർത്തിയാലും ഞങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും അറിയാം. പിന്നെ ഞങ്ങൾ കൂടുതൽ ഇവിടെ നിന്നും കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ആളുടെ കല്യാണം കഴിഞ്ഞതാണ്, ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിയാത്തവരാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഓൾറെഡി ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അഭ്യംഗം, നസ്യം, അതുപോലെ തന്നെ എന്താ പറയുക, പിഴിച്ചിൽ, കിഴികൾ, ഇലക്കിഴിക്ക് തന്നെ നമുക്ക് കഷായപ്പരയുടെ അപ്പുറത്ത് തന്നെ ഇലക്കിഴിക്കുള്ള എല്ലാ ഇതുണ്ട്. എരിക്കല, ആവണക്ക്, കരിമ്പിച്ചി, അതൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാറ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർ നമ്മളോട് നല്ല സപ്പോർട്ടാണ്. എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ പോയി ചോദിക്കും, അപ്പോൾ ഡോക്ടർ നമുക്കത് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. കൂടുതലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പേഷ്യൻ്റ് പിന്നെയും ഇങ്ങോട്ട് വരുന്നത്. അവരുടെ ഒരു സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കും ഡോക്ടറുടെയും നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ഇത് പഠിക്കാനായിട്ട് വളരെ ഈസിയുള്ളൊരു സംഭവമാണ്. ഇപ്പോഴും കുറേ ആൾക്കാർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവരുണ്ട്. അവർക്ക് ഇത് പഠിക്കുമ്പോൾ നമുക്കൊരു കൈത്തൊഴിലാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അവരുടെ നമുക്കൊരു ഇൻകം അങ്ങനെയൊക്കെ അവർ നമുക്ക് തരാറുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. പിന്നെ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും പേടിച്ച് നിൽക്കാതെ ഡോക്ടറോട് ചോദിക്കാൻ പറ്റിയൊരു രണ്ടുപേരും അതെ, മീനു ഡോക്ടർ ആയാലും അതെ, ശങ്കർ ഡോക്ടർ ആയാലും അതെ, നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും അവർ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അവരുടെ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അവരിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി ആയാലും അത്യാവശ്യം നല്ല സാലറി കിട്ടും. ഇപ്പം എത്രയൊക്കെ പോയാലും 10-ന് താഴെ അങ്ങനെ ഞങ്ങൾക്ക് സാലറി കിട്ടാറില്ല, അതിന് മേലെ കിട്ടാറുള്ളൂ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വീട്ടിലിപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സും അവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തന്നെ പൈസ എടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ജോലി വെച്ചിട്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പേടിക്കാനുള്ളതൊന്നുമില്ല, വളരെ സിമ്പിളാണിത്. വലിയ കോഴ്സൊക്കെ സൂപ്പറാണ്. പുറത്തായാലും നമുക്ക് സ്റ്റാർട്ടിങ് സാലറി 60-64 ഇത് പഠിച്ചിട്ട് കുറേ പേര് പോയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു കോഴ്സാണ്, അത്ര ടഫുള്ളതൊന്നുമല്ല. നമുക്ക് മനസ്സിലാക്കി ഇതനുസരിച്ച് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ്. ഇത്രയൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അറിയായിരിക്കും. പലർക്കും പല ഇതല്ലേ കപ്പാസിറ്റിയില്ലേ. ഡോക്ടറൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. പിന്നെ എല്ലാ പ്രസവ ശുശ്രൂഷയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. നഗരത്തേക്ക്, നഗരക്കിഴി, ബോഡി മസാജ്, ഇലക്കിഴി, പിഴിച്ചിൽ, തൈലം കൊണ്ട് പിഴിച്ചിൽ, പിന്നെ ധാര. പിന്നെ ഇവിടെ യോഗ ടീച്ചർ വരാറുണ്ട്. ഇവിടെ ഈ ഫോറിൻ പേഷ്യൻസൊക്കെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ടൈമിലാണ് കൂടുതൽ വരിക. ഗ്രൂപ്പായിട്ടാണ് വരിക. ഫ്രാൻസ്, ജർമ്മനി അവിടെ നിന്നൊക്കെ